ചക്കക്കുരു തോരൻ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, അപ്പം ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ടാവും. വിഷുവിന് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്ന ചക്കയുടെ കുരുവാണ്. ഇതിനായിട്ട് ചക്കക്കുരു നല്ലപോലെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല കുനുകുനുന്നെ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 വറ്റൽമുളക്, 2 വെളുത്തുള്ളി, 4 ചെറിയുള്ളി, കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ഇടിച്ച് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. അരപ്പിടി നാളികേരം ചേർക്കാം. നാളികേരം ഫ്രോസൺ ആയതുകൊണ്ടാട്ട് എങ്ങനെ ഇരിക്കണേ. ഇപ്പം തന്നെ നന്നായി വെന്തിട്ടുണ്ട്. എന്നാലും 1 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുത്തരിച്ചോറും വറുത്തരച്ച സാമ്പാറിൻ്റെ ഒപ്പം ഈ ചക്കക്കുരുത്തോരൻ കഴിച്ചിട്ട് മതിയാവുണ്ടായില്ല. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിട്ടാ.